ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കും. ദ ലോ ഓഫ് റിതം ആൻഡ് ലോജിക്കിനെ കുറിച്ച് ഇന്നലെ സംസാരിച്ചു. എന്താണ് താളയുക്തികളുടെ നിയമം, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ സംസാരിച്ചു. ഭൗതികമായ കൂടിച്ചേരലുകൾ ഉണ്ടാവുന്ന, സംയോജനങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഒരു നിഷ്കർഷ ഉണ്ടാകുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമമായി പോകുന്നതിനെയാണ് താളമെന്ന് പറയുന്നത്. എന്നാൽ നിഷ്കർഷകളിൽ വരുന്ന സംഭാവ്യമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് അവിടെ വന്നു ചേരുന്ന താള ഭ്രംശമാണ് യുക്തി എന്നും പറയുന്നത്. അപ്പോ ഈ താളയുക്തി എന്ന് പറയുന്ന രണ്ട് സ്വഭാവങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഏതൊരു വ്യവസ്ഥയ്ക്കും ഉണ്ടാവുക എന്നും പറയുന്നത്. അപ്പോ താളയുക്തി എന്നത് എന്തെല്ലാം വിധത്തിൽ വരുന്നുണ്ട്, എന്തെല്ലാമാണ് അതിന്റെ ഇതര മാനങ്ങൾ, എവിടെയെല്ലാം സ്വാധീനിക്കുന്നുണ്ട്, താളയുക്തികൾ മാത്രമാണ് എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: The law of dynamic balance maintains stability by correcting any deviations of a dynamic system. എന്താണ് വ്യവസ്ഥയുടെ തുലനതയും? നിലനിൽപ്പിനായി ഒരു വ്യവസ്ഥ ഘടകങ്ങളുടെ സംയോജനത്തിൽ പാലിക്കുന്ന പ്രവർത്തന ക്രമമാണ് ചലനാത്മക തുലനത. ഒരു സത്തയിലെ ഘടകങ്ങൾക്ക് അതിന്റെ ധർമ്മത്തിനനുസൃതമായ ഒരു ക്രമവിതരണം വ്യവസ്ഥ കൽപ്പിച്ചിട്ടുണ്ടാവും. അതിലെ ഓരോ സ്ഥാനത്തും അതാത് ധർമാനുസരണം വേണ്ടുന്ന താളയുക്തി അനുപാതമായിരിക്കും അനുവദിച്ചിട്ടുണ്ടാവും. ഈ അനുപാതം തുലനം ചെയ്യുവാൻ അസ്തിത്വമായി പ്രകൃതി പുരുഷങ്ങളും, ധ്രുവതകളായി ന്യൂന ആധിക്യങ്ങളും, ലിംഗത്വമായി സ്ത്രൈണ പൗരുഷങ്ങളും വ്യവസ്ഥയിൽ ലഭ്യമായി. സമാനമായി അതേ വ്യവസ്ഥയിൽ ആകർഷണ വികർഷണങ്ങൾ, സങ്കോച വികാസങ്ങൾ, ക്രമ അക്രമങ്ങൾ, വിശ്രാന്തി ചലനങ്ങൾ, അബോധ ബോധങ്ങൾ, ജനന മരണങ്ങൾ എന്നു തുടങ്ങി ഒട്ടേറെ ഇതര ദ്വന്ദ്ങ്ങളും വ്യവസ്ഥയിൽ കാണാനാണ്. ജീവിത ചലനാത്മകത മൂലം ഉണ്ടാകുന്ന വിഭ്രംശങ്ങളിൽ നിന്ന് ഈ ദ്വന്ദ്ങ്ങളുടെ തുലനത നിരന്തരം നിവർത്തിച്ചുകൊണ്ടാണ് ഒരു വ്യവസ്ഥ സുസ്ഥിരമായി വർത്തിക്കുന്നത്. ഈ തത്വസഞ്ചയമാണ് സുസ്ഥിര വ്യവസ്ഥയുടെ തുലന നിയമം. അപ്പോ ഇതാണ് താളയുക്തികളിൽ നിന്നും നമ്മളെ യാത്ര തുടങ്ങുന്ന സമയത്ത് നമ്മളെ ബോധ്യമാകേണ്ടുന്ന ഒരു കാര്യം. ഈ സംയോജനം ഉണ്ടാകുന്ന സമയത്ത്, രണ്ട് ഘടക വ്യവസ്ഥകൾ ഒരുമിക്കുന്ന സമയത്ത് അവിടെ ഈ രണ്ട് ഘടകങ്ങളും തമ്മിൽ ചേർന്ന് പ്രവർത്തനം നടത്തുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് വ്യവസ്ഥയുടെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോ രണ്ട് വ്യവസ്ഥകളും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് രണ്ട് വ്യവസ്ഥകൾക്കും അനന്യമായ സ്വഭാവങ്ങളുണ്ടെന്ന് നമ്മൾ പഠിക്കും. ഈ അന്യ സ്വഭാവങ്ങൾ ഒരുമിക്കുന്ന സമയത്ത് ആ ഒരുമിക്കൽ കൃത്യമായി ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ കൃത്യമായി ഈ ഒരുമിക്കൽ സംഭവിക്കുമ്പോഴാണ് വ്യവസ്ഥയ്ക്ക് തുലനം ചെയ്ത് നിൽക്കാൻ കഴിയുന്നത്, അല്ലേ? ഇപ്പോ നമ്മള് സിമ്പിളായിട്ട് ഉദാഹരണം പറയാം. 100 രൂപ കടം വാങ്ങിച്ചു, 100 രൂപ ചെലവ് ചെയ്തു. അല്ലെങ്കിൽ വേണ്ട, കടം വാങ്ങിച്ചു, 100 രൂപ വരവ് വന്നു, 100 രൂപ ചെലവ് വന്നു. 100 രൂപ വരവും 100 രൂപ ചെലവുമാകുമ്പോൾ ആ ഒഴുക്ക് കൃത്യമായി. 100 രൂപ വന്നു, പക്ഷെ 100 രൂപ ചെലവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ മിച്ചം വരും. ഈ മിച്ചം വരുന്നതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എക്സ്ട്രാ പണിയായിട്ട് മാറും. 100 രൂപ വരവ് വന്നു, 100-ലധികം രൂപ ചെലവ് വന്നു. അപ്പോ ഈ അധികമായി ചെലവ് വരുന്ന കാര്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അധികമായിട്ട് ജോലി എടുക്കും. അപ്പോ വരവും ചെലവും, ഈ വാക്ക് മനസ്സിലാക്കുക, വരവും ചെലവും ഒരുപോലെയായിരിക്കും. എങ്കിലാണ് ഈ വ്യവസ്ഥയ്ക്ക് നിസ്സംഗഭാവത്തിൽ നിൽക്കാൻ കഴിയുക. ഇതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. ഏതൊരു വ്യവസ്ഥയിലും അതിന്റെ ഘടകങ്ങളുടെ സംയോജനത്തിൽ വ്യത്യസ്ത സ്വഭാവങ്ങളെ, വ്യത്യസ്ത അവസ്ഥകളെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വരും. ഈ വ്യത്യസ്ത അവസ്ഥകൾ തമ്മിൽ പൂരകമായി നിൽക്കുമ്പോഴാണ് ഈ വ്യവസ്ഥയ്ക്ക്, അതായത് വ്യത്യസ്ത ഘടക വ്യവസ്ഥകളുടെ അനന്യ സ്വഭാവങ്ങൾ തുലനം ചെയ്ത് നിൽക്കുമ്പോഴാണ് ഈ വ്യവസ്ഥയ്ക്ക് ശാന്തമായി, നിസ്സംഗമായി മുന്നോട്ട് പോകാൻ കഴിയും. എന്ന് വെച്ചാൽ അതിന്റെ സാത്വിക ഭാവത്തിൽ നിൽക്കാൻ കഴിയും. അങ്ങനെ തന്നെ മുൻപോട്ട് പോകാൻ കഴിയും. ഇത്
ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ചലനാത്മക തുലനത എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. എപ്പോഴും ഒരു വ്യവസ്ഥ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നു, വാഹനം വലത്തോട്ട് തിരിക്കാനായിട്ട് നിങ്ങൾ വലത്തേക്ക് സ്റ്റിയറിംഗ് തിരിക്കും. വലത്തേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി തീരുന്നില്ല ഉത്തരവാദിത്വം. വീണ്ടും എത്ര നിങ്ങൾ തിരിച്ചോ അത്രയും തന്നെ ഇടത്തോട്ട് തിരിച്ച്, വലത്തോട്ട് തിരിച്ചിട്ട് നമ്മൾ വാഹനത്തെ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇടത്തോട്ട് തിരിച്ചിട്ട് വാഹനത്തിന്റെ ഗതിയെ വീണ്ടും തുലനം ചെയ്യേണ്ടതുണ്ട്. ഈ വഴി മാറുന്നതിന്റെ വീണ്ടും പഴയ വഴിയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിനെ സൈബർനെറ്റിക്സ് എന്ന് പറയും. അപ്പൊ ഈ ഒരു പ്രോസസ്സ്, തുലനം ചെയ്യുക എന്നുള്ള പ്രോസസ്സ് എപ്പോഴും സ്റ്റഡി സ്റ്റേറ്റിലായിരിക്കാൻ വേണ്ടി, എന്തെങ്കിലും ഏതൊരു ഒഴുക്കിനെയും സ്റ്റഡി ആക്കി മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇന്നലെ പഠിച്ച ഒരു കാര്യം എന്താ വെച്ചാല്, ഒരു സത്തയിലെ ഘടകങ്ങൾക്ക് അതിന്റെ ധർമ്മത്തിനനുസൃതമായ ഒരു ക്രമവിതരണം വ്യവസ്ഥ കൽപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. താളയുക്തി രാജികളുടെ കാര്യം എടുത്തിട്ട് നമ്മൾ ഈ കോർട്ടക്കാർവ് ചെയ്യുന്ന സമയത്ത് അതിൽ സോർട്ടിങ് എന്നുള്ളൊരു പ്രോസസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിലെ ആളുകളെ, ഇപ്പൊ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് കോർട്ടക്കാർവ് ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിറ്റിയിലെ ആളുകളെ അവരുടെ താളയുക്തികളെ കണ്ടെത്തി അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ക്രമത്തിൽ അടുക്കി വെക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്ത് താളം കൂടി വരും, ഈ ഭാഗത്ത് താളം കുറഞ്ഞു വരും എന്നുള്ള രീതിയിൽ ഒരു അവസ്ഥ നമുക്ക് കണ്ടെത്താനാണ്. അപ്പോ ആ കമ്മ്യൂണിറ്റി ആകുന്ന ആ ഉപരി വ്യവസ്ഥയുടെ ഘടകങ്ങളാണ് ഈ ഓരോ വ്യക്തികളും. ഈ ഓരോ വ്യക്തികൾക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ഓരോ തരം ധർമ്മങ്ങളാണ് നിർവഹിക്കാനുള്ളത്. ആ ഓരോ ധർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഓരോ ഇടങ്ങളായിരിക്കും, ഒരു ക്രമവിതരണമായിരിക്കും ഇതിനകത്ത് ഈ ഘടക വ്യവസ്ഥകളെ നിരത്തിയിട്ടുണ്ടാവുക, ഘടക വ്യവസ്ഥകളിൽ അനുവദിച്ചിട്ടുണ്ടാവുക. അതിനനുസരിച്ചായിരിക്കും ഘടക വ്യവസ്ഥകൾ നിൽക്കുന്നുണ്ടാവുക. അപ്പോ ഈ പൊസിഷൻ എന്ന് പറയുന്നത്, ഈ ഉപരിവ്യവസ്ഥയിൽ ഓരോ ഉപവ്യവസ്ഥയുടെയും പൊസിഷൻ എന്ന് പറയുന്നത് അതിന്റെ ധർമ്മത്തിന്, ഉപരിവ്യവസ്ഥയിൽ ഈ ഘടക വ്യവസ്ഥയ്ക്ക് എന്ത് ധർമ്മമാണോ നിർവഹിക്കാനുള്ളത് അതിനനുസരിച്ചായിരിക്കും. അപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞ കണക്കനുസരിച്ച് താളയുക്തികളുടെ ഒരു അനുപാതം അവർക്കുണ്ട്. അപ്പൊ ഈ അനുപാതം ഇടതുവശത്തുള്ള ആൾക്കുള്ളത് ആയിരിക്കില്ല വലതുവശത്തുള്ളത്, ഇത് രണ്ടുമായിരിക്കില്ല നടുവിലുള്ളത്, അതിന്റെ ഇടയിലുള്ളവർക്ക് അതിലും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഈ അനുപാതത്തിനൊരു ക്രമമുണ്ട്. അപ്പോ ഓരോ സ്ഥാനത്തും അതാത് ധർമാനുസരണം വേണ്ടുന്ന താളയുക്തി അനുപാതമായിരിക്കും പ്രകൃതി അനുവദിച്ചിട്ടുണ്ടാവും. കാരണം ധർമ്മം നടപ്പിലാക്കുക എന്നുള്ളത് പ്രകൃതിയുടെ ആവശ്യമാണ്, ഉപരിവ്യവസ്ഥയുടെ ആവശ്യമാണ്. അപ്പോ താളയുക്തി അനുപാതം ഓരോ ഭാഗത്തും പ്രത്യേകം അനുവദിച്ചു. ഈ അനുപാതത്തെ നിരന്തരം ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കും പ്രകൃതി. ഈ അനുപാതത്തിന്റെ ബാലൻസ് എന്ന് പറയുമ്പോൾ ഇടതുവശത്ത് നിൽക്കുന്ന ഒരാളുടെ ബാലൻസ് അല്ല വലതുവശത്ത് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടത്, അതല്ല നടുവിൽ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടത്, അതല്ല ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടത്. അപ്പോ ഈ അനുപാതം തുലനം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈനാമിക് ബാലൻസിന്റെ പ്രത്യേകത. ഓരോ സ്ഥാനത്തും ധർമാനുസരണം ഓരോന്നിനെയും പ്ലേസ് ചെയ്തിരിക്കുന്നു. ഓരോന്നിനും താളയുക്തി അനുപാതം ഉണ്ടായിരിക്കും. ഈ താളയുക്തി അനുപാതം കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ധർമ്മം നിർവഹിക്കാൻ കഴിയും. അപ്പോ ഈ അനുപാതം തുലനം ചെയ്യാനായിട്ട് അസ്തിത്വം എന്നുള്ള പേരിൽ നമ്മൾ ഏതൊരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാലും അവിടെ ഈ ദ്വന്ദ്വം ആയിട്ട് നമുക്ക് നിൽക്കുന്നത് പ്രകൃതി പുരുഷങ്ങളാണെന്ന് കഴിഞ്ഞൊരു ദിവസം നമ്മൾ പഠിച്ചിരിക്കും. പ്രകൃതി പുരുഷം എന്നുള്ള, പ്രകൃതി എന്നുള്ളത് ഭൗതിക ഭാവത്തിലേക്കുള്ള താല്പര്യം, പുരുഷം എന്ന് പറയുന്നത് അതിന്റെ ധർമാത്മക കാര്യങ്ങളോടുള്ള താല്പര്യം. ഇത് രണ്ടും കൂടെ ചേർന്നുകൊണ്ടാണ് ഒരു സത്ത നിലനിൽക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ താളയുക്തികളാണ് പ്രവർത്തിക്കുന്നത്. പ്രകൃതി താളമായിട്ടും പുരുഷം യുക്തിയായിട്ടുമാണ് പ്രവർത്തിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ധ്രുവത എന്ന് പറയുന്നത്. അപ്പോ ധ്രുവത മറ്റൊരു പ്ലെയിനിൽ, മറ്റൊരു ഫേസിലാണ് വർക്ക് ചെയ്യുന്നത്. മറ്റൊരു ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഫേസ്, ഹൊറിസോണ്ടൽ ഫേസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതുപോലെ മറ്റൊരു ഫേസിലാണ് പ്രവർത്തിക്കുന്നത്. ധ്രുവത ആയിട്ട് ന്യൂന ആധിക്യങ്ങൾ, ന്യൂനം എന്ന് പറയുന്നത് കുറവെന്നുള്ള അർത്ഥത്തിലല്ല, കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, മിനിമത്തിലായിരിക്കുന്ന ഒരവസ്ഥ, മിതം ആയിരിക്കുന്നു. ആ മിതമായിരിക്കുന്ന അവസ്ഥയിലാണ് സ്ത്രൈണത അല്ലെങ്കിൽ പ്രകൃതി പ്രവർത്തിക്കുക. അപ്പോൾ സ്ത്രൈണതയുടെ ആ സ്വഭാവം, താളത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ന്യൂനം അല്ലെങ്കിൽ മിതം, ആധിക്യം
മിതം എന്നുള്ള രൂപത്തിലായിരിക്കും. പുരുഷത്തിന്റെ സ്വഭാവം ആധിക്യം എന്നുള്ള രൂപത്തിൽ. ലിംഗത്വം അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മനസ്സിലാവും. ലിംഗത്വം എന്ന് പറയുന്നത് മറ്റൊരു ഫേസ് ആണ്. ലിംഗത്വം എന്ന് പറയുന്നതിന് സ്ത്രൈണ പൗരുഷങ്ങളാണ്. സ്ത്രൈണം എന്ന് പറയുമ്പോൾ അതിന്റെ ആ സസ്റ്റൈനബിൾ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അതിനെ നിലനിർത്തുന്ന ഒരു സ്വഭാവമാണ് സ്ത്രൈണം. പൗരുഷം എന്ന് പറയുമ്പോൾ അത് ധർമാർത്ഥം എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് വിപുലപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോ ഇതെല്ലാം തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രകൃതി പുരുഷങ്ങള്, അതുപോലെ തന്നെ ന്യൂന ആധിക്യങ്ങള്, സ്ത്രൈണ പൗരുഷങ്ങള്, ഇവയെല്ലാം തന്നെ താളയുക്തികളുടെ വ്യത്യസ്ത മുഖങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത ഫേസസ് എന്ന് വെച്ചാൽ PHASES ഫേസസ് ആണ്. അതിന്റെ ഘട്ടങ്ങളാണ്, വ്യത്യസ്ത ഘട്ടങ്ങളായിട്ട് നിൽക്കുന്നതാണ്. സമാനമായി ഇത്രമാത്രമാണോ എന്ന് ചോദിച്ചാൽ അത്രയല്ല. സമാനമായി അതേ വ്യവസ്ഥയിൽ നമ്മളൊരു ജീവശരീരത്തെ എടുക്കുകയാണെങ്കിൽ അതേ വ്യവസ്ഥയിൽ ആകർഷണ വികർഷണങ്ങൾ നമുക്ക് കാണാം. ആകർഷണം എന്ന് പറയുന്നത് സ്ത്രൈണമായിട്ടുള്ള സ്വഭാവം. പക്ഷെ എന്തിനോടാണ് ആകർഷണം? അവിടം കൊണ്ടെത്തി അതല്ലാതെ വരുന്നതിനെ വികർഷിച്ച് നിർത്തുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് കുടുംബങ്ങളിലെ ഗോത്രങ്ങളിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. അതിനോട് ചേർന്ന് നിൽക്കുന്നതിനെ ചേർക്കുന്നു, അല്ലാത്തവയെ വികർഷിച്ചിരുന്നു. സങ്കോച വികാസങ്ങൾ, ക്രമ അക്രമങ്ങൾ, കുറെ കാര്യങ്ങൾ ക്രമങ്ങളായിട്ട് പോകും, മറ്റൊരു അക്രമങ്ങളായി. വിശ്രാന്തി ചലനങ്ങൾ, അബോധ ബോധങ്ങൾ, ജനനം മരണം, ഇതെല്ലാം തന്നെ ഈ നേരത്തെ പറഞ്ഞ താളയുക്തികളുടെ വ്യത്യസ്ത മുഖങ്ങളാണ്. അപ്പൊ ഇവിടെ എല്ലായിടത്തും വ്യവസ്ഥയിൽ ഇത്തരം ദ്വന്ദ്ങ്ങൾ നിലനിൽക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു, ഈ ദ്വന്ദ്ങ്ങളെല്ലാം തന്നെ അവയുടെ ധർമാനുസരണം, ഉപരിവ്യവസ്ഥയിൽ തന്റെ റോൾ എന്താണോ അതിന്റെ ധർമാനുസരണമാണ് ഈ താളയുക്തികളുടെ ആ ഇടം, നമുക്ക് കിട്ടിയിട്ടുള്ള പൊസിഷൻ എന്നുള്ളത് കിട്ടുന്നത്. ആ പൊസിഷനിൽ തന്നെ വ്യത്യസ്ത ഫേസസ് ആയിട്ട് ഈ ദ്വന്ദ്ങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ദ്വന്ദ്ങ്ങളെ ഇടതുവശത്തുള്ള ആ ദ്വന്ദ്മായിരിക്കില്ല, ദ്വന്ദ്ത്തിന്റെ റേഷ്യോ ആയിരിക്കില്ല വലതുവശത്തുള്ളതിനുണ്ടാവും. അപ്പൊ ഈ വ്യത്യസ്തത മനസ്സിലാക്കണം. ഈ സ്ഥലത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ അയാളെ ധർമാനുസരണമുള്ള ഒരു താളയുക്തി അനുപാതം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും ഓരോ തരം അനുപാതങ്ങൾ ഉണ്ടായിരുന്നു. ഈ അനുപാതങ്ങളെ നിരന്തരം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള പ്രക്രിയ ഈ വ്യവസ്ഥ ചെയ്തു. താളം കൂടിയ ഉടനെ യുക്തി കൂട്ടിക്കൊണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരാൾക്ക് താളം കൂടുതലാണ്, ജന്മസിദ്ധമായി കൂടുതലാണെന്ന് ഇരിക്കട്ടെ, കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് യുക്തിയുടെ കുറവ് കൊടുത്തുകൊണ്ട് അത് ബാലൻസ്. താളം വളരെ കുറവാണെന്നിരിക്കട്ടെ, അവിടെ ലോജിക്കൽ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യും. സ്ത്രൈണത ഇപ്പൊ ഒരു കുടുംബത്തില് ഒരു അധികം ചെലവാക്കുന്ന ഒരു ഭാര്യയാണുള്ളതെങ്കിൽ തീരെ ചെലവാക്കാത്ത ഒരു ഭർത്താവിനെ കൊടുത്തുകൊണ്ടാണ് കുടുംബത്തിന്റെ ആ ഡൈനാമിക് ബാലൻസ് തുലനം ചെയ്യുന്നത്. കാരണം ഈ കുടുംബത്തിന് ഒരു ധർമ്മമുണ്ട്. ഈ കുടുംബത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് വളരെയേറെ ചെലവ് ചെയ്ത് ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ധർമ്മമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഭാര്യ ചെലവ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് ലിമിറ്റ് ചെയ്യാത്ത ഭർത്താവായിരിക്കും. അതേസമയം അത് കാര്യക്ഷമമായി പോകേണ്ടതാണെങ്കിൽ, ദാരിദ്ര്യത്തിലേക്ക് പോകേണ്ടതല്ല, സമ്പന്നതയിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ സുസ്ഥിരമായി നിലനിൽക്കേണ്ടതാണെങ്കിൽ ഈ ഭാര്യ ചെലവ് ചെയ്യുമ്പോൾ അതിൽ ലിമിറ്റ് ചെയ്യുന്ന ഭർത്താവായിരിക്കും. ഇപ്പോ ധർമാനുസരണം, കുടുംബത്തിന്റെ ധർമാനുസരണമാണ് ഇവരെ ഓരോരുത്തരുടെയും പ്രവർത്തന സ്വഭാവങ്ങൾ അവിടെ ഉണ്ടാവും. ഇതിനനുസരിച്ചായിരിക്കും പ്രകൃതിയുടെ സെലക്ഷൻ ഉണ്ടാവുക. ഈ ഭാര്യയും ഭർത്താവിനെയും ഒരുമിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സ് പോലും ഇതിന്റെ ധർമാനുസരണമാണ്. അതുകൊണ്ടാണ് ജനനവും മരണവും വിവാഹവും സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നൊരു പ്രയോഗവും. സ്വർഗമുണ്ടോ നരകമുണ്ടോ എന്നുള്ളതല്ല കാര്യം, അത് ഡിവൈൻ ആയിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഈ പറയുന്നത്. അപ്പോ ഈ വിധം ദ്വന്ദ്ങ്ങൾ, അതായത് പ്രകൃതി പുരുഷങ്ങള്, ന്യൂനാധിക്യങ്ങള്, സ്ത്രൈണ പൗരുഷങ്ങള്, അതുപോലെ തന്നെ ആകർഷണ വികർഷണങ്ങൾ, സങ്കോച വികാസങ്ങൾ, ക്രമ അക്രമങ്ങൾ, വിശ്രാന്തി ചലനങ്ങൾ, അബോധബോധങ്ങൾ, ജനന മരണങ്ങൾ, ഇത് തുടങ്ങി ഒട്ടേറെ ഇതര ദ്വന്ദ്ങ്ങൾ, ഇതെല്ലാം പ്രതിഭാസങ്ങളാണ്. പ്രതിലീനങ്ങളായി ഇഷ്ടം പോലെ ഉണ്ടാവും. ഓരോ വ്യവസ്ഥയിലും ഇവ കാണാനാകും.
ജീവിത ചലനാത്മകത മൂലമുണ്ടാകുന്ന വിഭ്രംശങ്ങളിൽ നിന്നും ഈ ദ്വന്ദ്ങ്ങളുടെ തുലനത നിരന്തരം നിവർത്തിച്ചുകൊണ്ടാണ് ഒരു വ്യവസ്ഥ സുസ്ഥിരമായി വർത്തിക്കുന്നത്. നിരന്തരമായിട്ട് ഒരു ജൈവ വ്യവസ്ഥ അതിന്റെ ഈ ബാലൻസിനെ ധർമ്മത്തിനനുസൃതമായി തന്നെ ക്രമീകരിച്ചു കൊണ്ടേയിരിക്കും. ഈ തത്വസഞ്ചയമാണ് സുസ്ഥിര വ്യവസ്ഥയുടെ തുലന നിയമം എന്ന് പറയുന്നത്. സുസ്ഥിരതയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് സുസ്ഥിരമായിരിക്കുന്ന ഒരു സത്ത അതിന്റെ ധർമ്മം എന്താണ്, ധർമ്മത്തിനനുസരിച്ച് അതിന്റെ ബാലൻസ്. അല്ലാതെ ഈക്വലി ഇപ്പൊ താളം കൂടി അപ്പൊ അതിനനുസരിച്ച് യുക്തി ഉണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ബാലൻസ്. താളവും യുക്തിയും എന്ത് ധർമ്മം പാലിക്കാനാണോ ഉള്ളത് അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യും. 50-50 എന്നുള്ളൊരു പരിപാടി ഒരു സാധാരണ രീതിയിലുള്ള ഒരു സത്തയ്ക്കും ഉണ്ടാവില്ല. ഒരാൾക്ക് 30 ആണ് താളമെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രൈണതയെങ്കിൽ, അല്ലെങ്കിൽ സങ്കോചമെങ്കിൽ 70% ആയിരിക്കും അതർ പാർട്ട് എന്ന് പറയുന്നത്. അതർ പോൾ എന്ന് പറയുന്നത് 70% ആയിരിക്കും. 30 ആണെങ്കിൽ അത് 70 ആയിരിക്കും. 30 ആണെങ്കിൽ അതിനെ കൂട്ടി 50 ആക്കിയിട്ട് ബാക്കിയുള്ളതിനെ കുറച്ച് 50 ആക്കുക എന്നുള്ള പരിപാടി നടക്കില്ല. അതുകൊണ്ടാണ് കോട്ടക്കാർവ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റാനല്ല പറ്റുക, നിങ്ങൾക്ക് സ്വയം ബാലൻസ് ചെയ്യാനാണ് പറ്റുക എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ വിധത്തിലാണ് വ്യവസ്ഥയുടെ തുലന നിയമം പ്രവർത്തിക്കുന്നത്. ഇത് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഉപരിവ്യവസ്ഥയുടെ ആവശ്യപ്രകാരം, ആന്തരിക വ്യവസ്ഥയുടെ ഘടന പ്രകാരം നിരന്തരം പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതായത് ഈ അനുപാതം എന്ന് പറയുന്നത് ധർമാനുസരണമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ധർമ്മത്തിനനുസരിച്ച് എപ്പോഴും വ്യവസ്ഥയിലെ തുലനത മെയിൻറ്റെയിൻ ചെയ്യാൻ വ്യവസ്ഥകൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് അകത്തുനിന്ന് പറ്റിയില്ലെങ്കിൽ പുറത്തുനിന്ന് ശ്രമിക്കും, പുറത്തുനിന്ന് പറ്റിയില്ലെങ്കിൽ അകത്തുനിന്ന് ശ്രമിക്കും. ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ ആ വ്യവസ്ഥയെ ഇല്ലാതെയാണ്. അപ്പോ ഈ വ്യവസ്ഥയുടെ തുലന നിയമം എന്നുള്ളത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നല്ലപോലെ നിരീക്ഷിച്ച് ബോധ്യമാവുക. ഇതിലൂടെയാണ് നമുക്ക് സുസ്ഥിര ജീവന സമൂഹത്തിന്റെ നിർമ്മിതിയിലെ ഓരോന്നിനെയും സ്ഥാപിക്കാൻ, അതാത് ഇടങ്ങളിൽ കൊണ്ട് നിർത്താൻ നമുക്ക് കഴിയും. ഈ ബോധ്യത്തിലായിരിക്കാൻ നിങ്ങൾക്ക് എവർക്കും കഴിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.